നമ്മളെ പഴയ വീഡിയോ റീപോസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് വാച്ച് അവർ കൂട്ടാൻ പറ്റുക, അതുപോലെ മോണിറ്റൈസേഷൻ ആയവർക്ക് അത് വെച്ചിട്ട് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വഴിയാണെന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചാനലിൽ പരീക്ഷിച്ച് സക്സസ് ആയ കാര്യം ആ ചാനൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഞാൻ ചെയ്തത്, എന്താണ് റിസൾട്ട് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ തന്നെ കാണാൻ പറ്റും. കാരണം നമ്മളൊക്കെ ഈ തമ്പനൈൽ ചെയ്യാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ ടൈറ്റിൽ എഴുതാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയുന്നതിന് മുമ്പേ നല്ല കിടിലം വീഡിയോസ് ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോസ് മൊത്തം എന്ത് ചെയ്യും, പണ്ട് റീച്ച് ഇല്ലാതെ അവിടെ കിടക്കുന്ന വീഡിയോസ് ഉണ്ട്, അത് എടുത്ത് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും റീച്ച് കൂട്ടാനുള്ള ഒരു പരിപാടി യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. യൂട്യൂബ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, റീയൂസ്ഡ് കണ്ടന്റും കാര്യങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്യാം. ഞാനും ചെയ്ത് സക്സസ് ആക്കിയാണ്. എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ചാനൽ അവിയൽ സ്റ്റോറീസ് എന്നാണ് പേര്. നിങ്ങൾ കാണാത്തവർ എന്ന് യൂട്യൂബിൽ അവിയൽ സ്റ്റോറീസ് എന്ന് അടിച്ചു നോക്കുക, അവിയൽ സ്റ്റോറീസ്. പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇടാം, ജസ്റ്റ് ഒന്ന് കാണുക, സബ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. നമ്മളിതിൽ ചെയ്യുന്നത് മിക്സ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്. അതായത് പിന്നെ ഇപ്പോൾ വൈൽഡ് ലൈഫിനെ കുറിച്ചിട്ടും ഫാക്ട്സ്, ചില ഫാക്ട്സ്, ഇപ്പോൾ ചില കാര്യങ്ങളുണ്ടാവുമല്ലോ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ മൂവി റിവ്യൂസ്, അങ്ങനെ പലതും നമ്മൾ ഇട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പരീക്ഷ നോക്കിയിട്ട് നല്ല രീതിയിൽ കയറിപ്പോയി. 2 സ്ട്രൈക്ക് കിട്ടി. സ്ട്രൈക്ക് കിട്ടിയിട്ട് ചെറിയ പ്രശ്നമായി, ചാനൽ ഫ്രീസായി. ഏകദേശം ഒരു 180 ദിവസത്തോളം ഫ്രീസായി. അപ്പം ഞാൻ ഒറ്റക്കല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, എൻ്റെ കൂടെ 2-3 ആൾക്കാരുണ്ട്. നമ്മൾ ഗ്രൂപ്പായിട്ടാണ്, 2-3 അല്ല, കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോ ആണ്. ഇപ്പം വീഡിയോ ഒക്കെ ദിയ ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ ഇന്തിസാം ഉണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ റീസെൻ്റായിട്ട് വീഡിയോസിൽ മൈലുകൾ പ്രശ്നക്കാരായി മാറുമ്പോൾ നിങ്ങളിവിടെ വ്യൂസിൻ്റെ കൗണ്ട് കണ്ടോ, 55,558. രണ്ടാമത്തെ വീഡിയോ 14,841. പിന്നെ മൂന്നാമത് ഇട്ടത് കുറച്ച് കയറിയില്ല. അതിപ്പോൾ തമ്പനയിൽ മാറ്റി ചിലപ്പോൾ കയറിയിരിക്കും, ഒന്ന് പരീക്ഷണം നടത്തി നോക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നേരെ നമുക്കിത് ഞാൻ താഴോട്ട് വന്നിട്ട് കാണിച്ചു തരാം. അതായത് താഴോട്ട് വന്നാൽ നമ്മൾ ഏറ്റവും മുന്നേ ഇട്ട വീഡിയോയിൽ ഇനിയും താഴോട്ട് വന്ന ഇവിടെ ഉണ്ട് കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കടുവനെ കുറിച്ചിട്ട് അങ്ങനെ പല ടോപ്പിക്കുകളിടും. ഇതാണ് ആദ്യത്തെ വീഡിയോ. അത് ഞാൻ ചെയ്ത വീഡിയോ, ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ, ഞാൻ എടുത്ത വീഡിയോ ആണ്. അതൊന്നുകൂടി ഇട്ട് നോക്കണം. അപ്പോൾ പിന്നെ മുകളിലോട്ട് വരുമ്പം ഇവിടെ ഇംഗ്ലണ്ടിലെ പശു വളർത്തൽ കണ്ടോ. ഈ ഇംഗ്ലണ്ടിലെ പശു വളർത്തലാണ് 17,000 സംതിങ് വ്യൂസ് വന്നത്. ഇംഗ്ലണ്ടിലെ പശു വളർത്തൽ എന്ന് പറയുന്ന ആ പിന്നെ വീഡിയോ, ആ വീഡിയോ ആണ്. നിങ്ങൾ ഓർത്ത് വെച്ചോ, ആ വീഡിയോ ഒന്നുകൂടി കാണിച്ചു തരാം. അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് മയിലിൻ്റെ വീഡിയോയും കാണാൻ പറ്റും നിങ്ങൾക്ക്. അതായത് നമ്മൾ കുറേ മുന്നേ ഇട്ട, 1 വർഷം മുന്നേ ഇട്ട വീഡിയോ എന്ന മയിലിൻ്റെ. ഇത് ആ സമയത്തൊന്നും ആളുകളിങ്ങനെ ശ്രദ്ധിക്കാതെ പോയ വീഡിയോസ്, അത് നല്ല റീച്ച് കിട്ടിയ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാതെ പോയ നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ പറയുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇംഗ്ലണ്ടിലെ പശു വളർത്തൽ രീതികൾ, അതിന് 14,000 വന്നു. അത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന വീഡിയോ റീപോസ്റ്റ് ചെയ്തതാണ്, 2 ഇട്ടതാണ്. അതുപോലെ ഈ മയിലിൻ്റെ വീഡിയോയും അവിടെ ഉണ്ട്. ആ മയിലിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് തോന്നുന്നു ഇതാ ഇവിടെ കാണാൻ പറ്റും. നാട്ടിലെങ്കിലും മയിലുകൾ കാണുന്ന തൊട്ട് വീഡിയോ ഉണ്ടോ. അതിട്ട സമയത്ത് 54,456 വ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഇട്ട സമയത്ത് വ്യൂസ് കയറിയിട്ടുള്ളത് അതിൽ കൂടുതലുണ്ട് തോന്നുന്നു. ഇതാ 55,000 സംതിങ് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു, ഇതിൽ തമ്പനയിൽ ഞാൻ അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇട്ടാണ്. അത് മാറ്റി കൊടുത്ത് നോക്കണം. അപ്പോൾ മാറ്റി കൊടുത്താൽ ചിലപ്പോൾ അത് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. അത് പരീക്ഷണം നടത്തിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം പരിപാടി ഞാൻ ചെയ്തത് എന്നല്ലേ. അതിന് ചെയ്യേണ്ടത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആദ്യമായി ചെയ്ത, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഫസ്റ്റ് വീഡിയോ ഇത് എനിക്ക് റീപോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. എവിടെ സാധനം, ഇത് ദിയ ചെയ്തതാണ്. വീഡിയോ മരണമില്ലാത്ത ജപ്പാനീസ് അത് നല്ല വീഡിയോ ആയിരുന്നു, നല്ല തമ്പനയിലൊക്കെയാണ്. അത് നമ്മൾ ആ സമയത്ത് ഒരു 24 ലാംഗ്വേജിലോ മറ്റോ പിന്നെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ അല്ല, സബ് ടൈറ്റിൽ മാറിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്ത ഈ വീഡിയോ ആണ് എനിക്ക് ചെയ്യേണ്ടത്. അരുവികളും കാടും വെള്ളച്ചാട്ടവും ഒക്കെ നമുക്കെന്നും പ്രിയപ്പെട്ടവരാണ്.
അത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് സാബ് സ്റ്റോക്കൊന്നും ഇല്ല കേട്ടോ. സാബ് സ്റ്റോക്കിന് ശേഷം ഇതിന് ശേഷമൊക്കെ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് സാബ് സ്റ്റോക്കൊക്കെ തുടങ്ങിയത് നമ്മൾ ഈ ചാനലിപ്പം വീഡിയോ ഇട്ട ചാനൽ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ താഴോട്ടേക്ക് വരിക, ഇവിടെ ക്ലിപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പം ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ക്ലിപ്പ് മൊബൈൽ വൈറ്റ് സ്റ്റുഡിയോയിലൊന്നും കിട്ടില്ല. നിങ്ങൾ ക്രോമിൽ തന്നെ ഓപ്പൺ ആക്കണം. ക്രോമിൽ ഓപ്പൺ ആക്കിയാൽ ഇതുപോലെ ക്ലിപ്പ് കാണാൻ പറ്റും. സെറ്റിങ്സിൽ വന്നാൽ ഇവിടുന്ന് ഈ വീഡിയോ ആണ് നമുക്ക് ക്ലിപ്പ് ചെയ്യേണ്ടത്. ആ വീഡിയോ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലിപ്പ് ചെയ്യാൻ പറ്റാതെ എനിക്ക് തോന്നുന്നു കോപ്പി റൈറ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലതിൽ പറ്റാറില്ല, ക്ലെയിമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ. ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് പിന്നെ ഇനി അത് അന്വേഷിച്ച് പോട്ടെ, നമുക്ക് സമയമില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഈ സംഭവം കാണിച്ചിടും. വേറെ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് കാണിച്ചിടും. കണ്ണൂർ കോട്ടയം ഞാൻ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ കണ്ണൂർ കോട്ടയിൽ ക്ലിപ്പ് ആവുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇത് ക്ലിപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്രിയേറ്റ് വീഡിയോ ക്ലിപ്പ് കൊടുക്കുക. ഇത് മലയാളത്തിലാണ് വരുന്നത്, പക്ഷേ ഇവിടെ ഹിന്ദിയിലാണ് വരുന്നത്. അതിനിപ്പം ബേസിക് ലാംഗ്വേജ് മാറിയിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ പറഞ്ഞത് അവർക്ക്, ഞാൻ മലയാളം പറഞ്ഞത് ഹിന്ദിയായിട്ട് തോന്നിയൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും അതിപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതെന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് എൻഡ് വരെ വെക്കുക. നമുക്ക് എത്ര പേരാണ് ക്ലിപ്പ് ചെയ്യേണ്ടത്, വേണം ഫുള്ളായിട്ട് വെക്കുന്നത് ഫുള്ളായിട്ട് വെക്കുക. പിന്നെ ഇതിലൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രോ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇടാം. ഇപ്പോൾ നമുക്കൊരു ഇൻട്രോ വീഡിയോ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻട്രോ വീഡിയോ ചെയ്തിട്ട് എന്താ ആഡ് ഇൻട്രോ വീഡിയോ നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഇൻട്രോ വീഡിയോ ബിറ്റ്വീൻ 1 second to 30 seconds. 1 to 30 സെക്കൻഡ് ഇടയിലായിരിക്കണം ഇൻട്രോ വീഡിയോ എലിജിബിൾ ആവണമെങ്കിൽ. അപ്പോൾ നമുക്കിത് അപ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെലക്ട് ചെയ്യാം. പലപ്പോഴും നമ്മൾ ആ വീഡിയോ ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും, പിന്നെ ആവശ്യം വരില്ല. അതുപോലെ ഔട്ട്ഡോർ വീഡിയോയും നമുക്ക് ഇതേപോലെ തന്നെ ഒരു 30 സെക്കൻഡ് വരെ ഇടാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ഡ്രാഫ്റ്റ് കൊടുക്കുക. ആ ലാംഗ്വേജ് എന്തോ മാറിയെന്നറിയില്ല, നോക്കണമായിരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെയുള്ള പ്രോസസ്സാണ് മൊത്തം വരുന്നത്. എന്ത് ചെയ്യുക, ടൈറ്റിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, തമ്പനെയിൽ കൊടുക്കുക. AB ടെസ്റ്റ് ഇതിന് വന്നിട്ടുണ്ട്, എൻ്റെ ചാനലിൽ വന്നിട്ടില്ല. AB ടെസ്റ്റ് പറഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ടൈറ്റിലും തമ്പനെയിലും AB ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ടൈറ്റിലും 3 തമ്പനെയിലും കൊടുക്കാം. എന്നിട്ട് ഏതാണോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് അത് പിന്നെ സെലക്ട് ചെയ്താൽ മതി. അതിനാണ് ഇവിടെ വരുന്നത്. കണ്ടോ, 1 2 3. ഇനി തമ്പനെയിലും ഓൺലി ആണെങ്കിൽ തമ്പനെയിൽ മാത്രം കൊടുക്കാം, ടൈറ്റിൽ മാത്രമാണെങ്കിൽ ടൈറ്റിൽ മാത്രം നമുക്ക് AB ടെസ്റ്റ് കൊടുക്കാം. AB ടെസ്റ്റ് ചിലത് കൺഫ്യൂഷനൊക്കെ ആവില്ല, നമുക്ക് ഇത് കൊടുക്കണോ വേണ്ടി എന്നൊക്കെ. എന്തായാലും AB ടെസ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം കൊടുക്കുക, പിന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളത് അതിന് ശേഷം കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൽ വീഡിയോ എലമെൻറ്റ്സ്, ഇതിൽ നോട്ട് ഫോർ കിഡ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നത്, പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ. ചാനൽ സാധാരണ അപ്ലോഡ് ചെയ്യുമ്പോൾ വരുന്ന എല്ലാ പ്രൊസീജിയേഴ്സുമാണ് ഇവിടെ വരുന്നത്. ഇനി ഇത് അൺലിസ്റ്റ് ചെയ്യണോ മറ്റൊക്കെ ഇവിടെ ചോദിക്കും കാര്യങ്ങൾ. ചെക്ക് ലിസ്റ്റ്, വിസിബിലിറ്റി ഇവിടെ ചോദിക്കും. നമ്മൾ അൺലിസ്റ്റ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സാധാരണ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും. സംഭവം മനസ്സിലായില്ല, എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായില്ല ഏകദേശം. ഇപ്പോൾ ഏത് വീഡിയോ ഒന്നും ചെയ്യാം. ചിലപ്പോൾ കോപ്പിറൈറ്റ് ഒക്കെ വന്നതാണെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ഇപ്പോൾ ഇവിടെ അൺലിസ്റ്റഡ് അൺടൈറ്റിൽഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് ആവശ്യമില്ല, ഞാൻ കളയുന്നു. ഓക്കെ, നമുക്കത് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ കളയുന്നത്. പിന്നെ നോക്കിയിട്ട് ക്ലിപ്പ് ചെയ്യാം. ആ തമ്പനെയിലൊക്കെ ഒന്ന് മാറ്റണം. ആ കണ്ണൂർ കോട്ടയിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയാൽ കുറച്ചുകൂടി അത് ഇമ്പ്രൂവ് ആവാൻ തോന്നുന്നു. വീഡിയോ എല്ലാം ഡിലീറ്റ് ആവുള്ളൂ, ഫുള്ള് വീഡിയോ ഡിലീറ്റ് ആയിട്ടില്ല. ഇനി ഇതിൽ ഞാൻ ഏൺ ടാബ് കാണിച്ചിട്ട്, നമ്മൾ ഇത് കണ്ടോ, 3000 മണിക്കൂറായി, ഇപ്പം 4000 മണിക്കൂറാവാൻ പോകുന്നു. കാരണം ഇതിപ്പോൾ അപ്ഡേഷൻ വന്നിട്ടില്ല, അതായത് നമ്മുടെ ഈ ഡേറ്റ് അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടില്ല. ഡേറ്റ് അപ്ഡേറ്റഡ് ആയിട്ട് വന്നാൽ നമുക്ക് ബാക്കിയും കൂടി കാണാം. ഇപ്പം 20-ാം തീയതി വരെയുള്ള ഡേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ അത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് 4000 മണിക്കൂറാകും. ഇത് നിങ്ങൾ കണ്ടതാ 3991 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 5 ദിവസം കഴിയുമ്പോഴേക്കും ഇത് അപ്ഡേറ്റ് ആകും. അപ്ഡേറ്റ് ആകുമ്പോൾ 4000 മണിക്കൂർ നമുക്ക് കംപ്ലീറ്റ് ആവും. ഈ ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആകും. ഹാഫ് മോണിറ്റൈസേഷനാണ് ആയത്. നമ്മൾ
ഇടയ്ക്ക് സ്ട്രൈക്ക് വന്ന് ചാനൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസായി. അതായത് അനങ്ങാത്ത അവസ്ഥയിലെത്തിയ ശേഷമാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ നോക്കട്ടെ. എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗുഹക്കുഴി, ഇത് കണ്ടോ, ഈ വീഡിയോ ആ സമയത്ത് ഇപ്പം 916 വ്യൂസ് നമ്മൾ രണ്ടാമതിട്ട് വന്നതാണ്. ഈ വീഡിയോ ഞാൻ അന്ന് ഇത് ഫ്രീസായ സമയത്ത് നമ്മൾ ഷോർട്സ് ഇടില്ലേ, ഷോർട്സിൽ റിലേറ്റഡ് വീഡിയോ മാത്രം ഇട്ടിട്ടാണ് 2500 വ്യൂസ് എന്ന് കയറ്റിയത്. ഇവിടെ അതിന് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഷോർട്സ് ഇട്ടിട്ട് എന്ത് ചെയ്തു, ആ ഷോർട്സിൻ്റെ റിലേറ്റഡ് വീഡിയോ ആയിട്ട് ഈ വീഡിയോനെ കൊടുത്തു. അന്ന് മഞ്ഞുമൽ വോയിസ് സിനിമ ഇറങ്ങിയ സമയമാണ്. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് നല്ല ഭൂമിയിൽ കത്തിക്കയറി, പിന്നെ അതിന് വ്യൂസ് വന്നു. പക്ഷേ അതേപോലെ തന്നെ മഞ്ഞുമൽ വോയിസിന് നമ്മൾ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴാണ് സ്ട്രൈക്ക് കിട്ടിയത്. പക്ഷേ അതിൻ്റെ ഷോർട്ട് ഉള്ളതും നമ്മൾ ശ്രദ്ധിച്ചില്ല. ഷോർട്ട് ഇല്ലാത്തത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് മെയിൻ വീഡിയോക്ക് സ്ട്രൈക്ക് വന്നു. അതിനുശേഷം ഷോർട്സിനും സ്ട്രൈക്ക് കിട്ടി, പണി കിട്ടി. 2 സ്ട്രൈക്ക് കിട്ടി, 3 കിട്ടിയെങ്കിൽ ചാനൽ പോയിട്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ക്ലിപ്പിട്ട എല്ലാ വീഡിയോയും കയറി പോകണം എന്നില്ല. നമ്മളിപ്പോൾ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, ലാസ്റ്റ് നമ്മൾ ചെയ്ത വീഡിയോയിൽ ഒരു വീഡിയോ, ഈ വീഡിയോ 208 മാത്രമേ വന്നിട്ടുള്ളൂ. അത് CTR വളരെ കുറവാണ്, ഇംപ്രഷൻസ് കുറവാണ് കാണിക്കുന്നത്. ഇംപ്രഷൻ അല്ല കേട്ടോ, CTR ആണ്, ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ്. അപ്പോൾ അതിൻ്റെ ഇംപ്രഷൻസ് ഒക്കെ ഉണ്ടാവും, അത്യാവശ്യം ഇംപ്രഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റീച്ച് നോക്കട്ടെ, 8000 ഇംപ്രഷൻസ് ഉണ്ട്. എന്നിട്ടും കയറാത്തത് CTR ശരിയില്ലാത്ത, അല്ല നമ്മൾ തമ്പനിയിൽ ശരിയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ പിന്നെ മടിച്ചിട്ട് അതിന് എടുത്തിട്ടതാണ്. അത് നമുക്ക് മാറ്റിയിട്ട് നോക്കാം, അപ്പോൾ അതും കയറിപ്പോയിക്കോളൂ. ചിലത് തീരെ വ്യൂസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വീഡിയോ, ഏറ്റവും റീച്ചായിട്ട് പോയ വീഡിയോസ് എടുത്തിട്ട് വീണ്ടും ഇടുക, ഇതുപോലെ ക്ലിപ്പാക്കി ഇടുക. അപ്പോൾ എന്ത് ചെയ്യും, സംഭവം കത്തി കയറിയാൽ നിങ്ങൾക്ക് വേറെ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ തന്നെ വാച്ച് അവർ ആയാലും, ഇനിയിപ്പം പൈസയാണെങ്കിൽ പൈസയും കൂടി കിട്ടും. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ഓൾറെഡി ചെയ്ത് സക്സസ് ആയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളതൊക്കെ ചെയ്ത് സക്സസ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ചെയ്ത് നോക്കൂ. പക്ഷേ എല്ലാ വീഡിയോ ഒരുപോലെ കയറി വരണമെന്നില്ല, ചിലതൊക്കെ ഡൗൺ ആവാം. അപ്പോൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട, പഴയ വീഡിയോ അല്ലേ, വീണ്ടും നമുക്ക് വേറെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പോസ്റ്റ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടായിരിക്കും മോണിറ്റൈസേഷൻ തന്നെ കിട്ടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.